Parle Fab in yummy chocolate and vanilla crème. എന്റെ ഭായ്, ഞാൻ എത്ര കിലോ ടെമ്പിൾ എടുക്കുന്നുവോ അതേ ടെമ്പിൾ തന്നെ നിങ്ങൾ എടുക്കണം. കേട്ടി ലൗത്തറിന്റെ സൊല്യൂഷൻ കേട്ടി. പറയാ ഇനി ബാലു ഡോക്ടറിന്റെ ചുമരിൽ ചൂയിങ് ഒട്ടിച്ച് വയ്ക്കുമോ? പറയാ ഇന്ന് പിടിച്ചോ. നീ മുതിർന്നവരോട് തർക്കുത്തരം പറയുമല്ലേ? ഇന്നാ പിടിച്ചോ. എന്നാ പിന്നെ ഞാൻ മിണ്ടാതിരുന്നോളാം. അപ്പൊ എന്റെ ചോദ്യത്തിന് നീ ഉത്തരം പറയില്ല അല്ലേ? ഇന്നാ പിടിച്ചോ. എന്താണോ ഒന്നും പറയാത്തത്? ഓ, ഞാൻ പറയണോ അതോ മിണ്ടാതിരിക്കണോ? ചോദിക്കുന്ന ചോദ്യത്തിന് നീ കോമഡി ആയിട്ട് ഉത്തരം പറയുന്നോ? ഇന്നാ പിടിച്ചോ. ആദ്യം തെറ്റ് ചെയ്തിട്ട് ഇപ്പോൾ ക്ഷമ ചോദിക്കുകയാണോ നീ? ഇന്നാ പിടിച്ചോ. എന്നാ ശരി, സാറിനോട് ഏതായാലും ഞാൻ ആദ്യം മാപ്പ് ചോദിക്കാം, അതിനുശേഷം ഞാൻ തെറ്റ് ചെയ്യാം. അതിനർത്ഥം നീ വീണ്ടും തെറ്റിയെന്നല്ലേ? ഇന്നാ പിടിച്ചോ. അതെ പിള്ളേരെ, ഞാൻ രാവിലെ കുയില് പാടുന്നത് കേട്ടു. കൂക്കൂ, ഞാൻ ഉണ്ടാക്കിയ സ്പെഷ്യൽ ചായ കുടിക്കൂ. അടി കൈ. കന്ന സാറേ, ചായ കുടിക്കാൻ വളരെ നന്നായിട്ടുണ്ട്. ഈ മഴക്കാലത്ത് ഇങ്ങനെ ചൂട് ചായ കുടിക്കുന്നതിന്റെ രസം ഒന്ന് വേറെ തന്നെയാണ്. സംശയമുണ്ടോ? കുട്ടികളെ, ഇന്നലെ വെച്ച പാല് മുഴുവൻ പുളിച്ചു പോയി. ചായയിൽ വീണ ബിസ്ക്കറ്റ് ദേ പെട്ടെന്ന് അലിഞ്ഞു പോയി. ഇനി ഞാൻ കാണിച്ചു തരാം കളി. ബോൾ എങ്ങനെയാണ് എറിയേണ്ടതെന്ന് ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. കണ്ടോ? ഫുട്ബോൾ കൊണ്ട് എറിഞ്ഞപ്പോ എല്ലാവരുടെയും പുറം പള്ളിപ്പുറമായി. അടികൈ. Slide, swim, glide. Feel the fun of Fab ride. Feel the Fab. Parle Fab in yummy chocolate and vanilla crème. എന്റെ അമ്മേ, ഞാൻ നേരത്തെ പിസ്സ ഓർഡർ ചെയ്തില്ലേ, അത് വേറെ പ്ലാനറ്റിൽ നിന്ന് ഓർഡർ ആയെന്നാ എനിക്ക് തോന്നുന്നത്.
അത് പിന്നെ ഒരു കാര്യം പറയാം, നിങ്ങൾ വരുന്നത് ദൂരത്തുനിന്നാണെന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷെ നിങ്ങൾ 1 മണിക്കൂർ വൈകിയില്ലേ, അതുകൊണ്ട് ഞങ്ങൾ പൈസ തരില്ല. എന്റെ അമ്മോ, അല്ലല്ല, ഞങ്ങൾ പിസ്സ ബോയ്സ് അല്ല, വേറൊരു പ്ലാനറ്റിലെ ഏലിയൻസ് ആണ് ഞങ്ങൾ. ഇവനാണ് ഈ ഞാൻ. താനെന്താ മിണ്ടായിരിക്കുന്നേ? ആ തിരുവാ തുറന്നു പറ, ഇങ്ങോട്ട് എന്തിനാ എഴുന്നള്ളിയേ? ഞങ്ങൾ അടുത്ത ഗ്രഹത്തിലെ ഉദാസ് നഗറിലുള്ള ഒരു ഫ്ലാറ്റിൽ നിന്നാണ് വരുന്നത്. അവിടെ എല്ലാവരും വലിയ വിഷമത്തിലാണ്. കോമിക്സുകൾ വായിക്കുന്നത് കാണാം, പക്ഷേ എക്സ്പ്രഷൻ കണ്ടാലോ സ്കൂളിൽ വെച്ച് കണക്ക് ടീച്ചർ ഹോംവർക്ക് കൊടുത്ത പോലാണ്. എന്റെ മുത്തച്ഛൻ പോലും അവസാനമായിട്ട് ചിരിച്ചു കണ്ടത് അദ്ദേഹത്തിന്റെ വായ പിടിച്ച് ഞാൻ ദേ ഇങ്ങനെ 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 വലിച്ചപ്പോഴാണ്. അത് പിന്നെ ചങ്ങാതിമാരെ, ഞങ്ങൾക്ക് അനിയന്മാരുണ്ട്, ഷനീഷ് ഖുറാന, പിന്നെ ചൊവ്വേഷ്, ജാക്കി, ഏലിയാസ്. അവന്മാർക്ക് 2 പേർക്ക് യൂണിവേഴ്സിറ്റിന്ന് ടോപ്പ് റാങ്ക് കിട്ടിയപ്പോ കുടുംബത്തിൽ എല്ലാവരും ചേർന്ന് ചന്ദ്രനിൽ പോയി പാർട്ടി നടത്തി, അറിയോ? ആ സന്തോഷത്തിൽ ഏതായാലും നിങ്ങളുടെ അനിയന്മാരും മുത്തശ്ശനും എല്ലാവരും ചിരിച്ചു കാണുമല്ലോ. അതെ, എല്ലാവരും അങ്ങനെ ചെയ്തിരുന്നു. അല്ല, ഇത്രയും വലിയൊരു സന്തോഷ വാർത്ത വന്നിട്ട് അവർ ഇങ്ങനെയേ ചിരിച്ചുള്ളൂ? എന്റെ ചങ്ങാതിമാരെ, അതുകൊണ്ടല്ലേ നിങ്ങളെ ഞങ്ങളുടെ ഗ്രഹത്തിലേക്ക് കൊണ്ടുപോകുന്നത്. ഇയാളുടെ കവിത കേട്ടാൽ എല്ലാവരും ചിരിക്കുമെന്ന് ഉറപ്പല്ലേ? ഹീസ് ടു എന്റർടൈനർ. എന്താ ശരിയല്ലേ പറഞ്ഞത്? വെള്ളവും തീയും തമ്മിൽ ഒരിക്കലും ചേരില്ല. എനിക്ക് തന്റെ കൂടെ വരാൻ കഴിയില്ല. പക്ഷെ എന്തുകൊണ്ടാണ് താങ്കൾ ഞങ്ങളുടെ കൂടെ വരില്ല എന്ന് പറയുന്നത്? ഏലിയൻസിനെ ഞാൻ സിനിമയിൽ കണ്ടിട്ടുണ്ട്. എനിക്ക് ബാങ്കിൽ ചെയ്തു തീർക്കേണ്ട കുറച്ച് ജോലിയുണ്ട്. എന്റെ പൊന്നാശാനെ, ലോബോ ബൊബോയ്ക്കൊന്നും അറിയില്ലായിരുന്നല്ലോ. അതുകൊണ്ടാണ് മുമ്പ് നിങ്ങളെ കൊണ്ടുപോകാൻ പദ്ധതി ഒരുക്കിയത്. കൂട്ടുകാരെ, ഇവര് പരിധി വിടുകയാണ്. നമുക്ക് എങ്ങനെയെങ്കിലും കന്നാസാറിനെ രക്ഷിക്കണം. കന്നാസാറിനെ എങ്ങനെയെങ്കിലും പിടിക്കണം, അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ഗ്രഹത്തിലുള്ളവർ എങ്ങനെ ചിരിക്കും? വീട്ടിൽ ചെന്ന് അമ്മയോട് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല ബുദ്ധി പറഞ്ഞു തരും. ഞാനൊരു വീക്ക് കൊടുത്താലുണ്ടല്ലോ, ഇവർക്ക് ഇവരുടെ മുത്തശ്ശി ഓർമ്മ വരും. ഐഡിയ. കൂട്ടുകാരെ, കല്ലെടുത്തെറിയ്. ഈ ഡ്രം ഉരുണ്ടുണ്ടായി ഏലിയൻസിന്റെ അടുത്തേക്കാ പോകുന്നത്. ഏലിയൻസിന്റെ അടുത്തേക്ക് അല്ലടാ, ഏലിയൻസ് നമ്മുടെ പുറകെടാ വരുന്നേ. നീ അവരെവിടെയെങ്കിലും കണ്ടോ? ഞാൻ അവരെ ഇവിടെ ഒന്നും കണ്ടില്ലല്ലോ. നിങ്ങൾക്ക് എന്താ കണ്ണ് കണ്ടൂടെ? അതിന്റെ മുകളിൽ എഴുതിയേക്കുന്ന കണ്ടില്ലേ? ഹാൻഡിൽ വിത്ത് കെയർ. അതിന്റെ മുകളിൽ നിന്ന് വേഗം എഴുന്നേക്ക്. സോറി. എടാ വേഗം വാ, നമുക്ക് നമ്മുടെ ഗ്രഹത്തിലേക്ക് പോകാം, എന്നിട്ട് നമ്മുടെ ആളുകളെ ചിരിപ്പിക്കാം. കൂട്ടുകാരെ, നമ്മൾ എങ്ങനെയെങ്കിലും കന്നാസാറിനെ രക്ഷിച്ചേ പറ്റൂ.
അടിച്ചു പൊളിച്ചു തിമിർത്തു. ഇവരെ എങ്ങനെ ആക്രമിച്ചിട്ടും ഒരു കാര്യമില്ല. സംശയം ഉണ്ടോ? പണ്ട് കാരണവന്മാര് പറഞ്ഞ കാര്യം എത്ര സത്യ. എന്ത് കാര്യമാണ്? എല്ലാ യുദ്ധവും അങ്ങനെ അടിപിടിയിലൂടെ ഒന്നും തീരില്ലെന്ന്. അടിപൊളി, നല്ല ഐഡിയ ആണല്ലോ. നമുക്കൊരു വഴിയുണ്ട്, ഇക്കിളിയാക്കാം. എല്ലാവരും ഇവരെ ഇക്കിളിയാക്കും. അല്ല ഈ ഇക്കിളിയാക്കുക എന്ന് വെച്ചാൽ എന്താ? അവരതും കൂടി ഒന്ന് ട്രൈ ചെയ്യട്ടെന്നേ. നിങ്ങൾ എന്ത് മാജിക്കാ ഞങ്ങളുടെ ദേഹത്ത് കാണിക്കുന്നത്? ചിരി ഇപ്പൊ നിർത്താനേ പറ്റുന്നില്ലല്ലോ. അയ്യോ, ചിരിച്ച് ചാവാറായേ. ഇതിനെയാണ് ഇക്കിളി എന്ന് പറയുന്നത്. ഇക്കിളിയാക്കാൻ ഹണി അഗ്രഗണ്യനാ. താങ്ക് യു കൊച്ചളിയ. ഇപ്പോഴെങ്കിലും നീനൊന്ന് അംഗീകരിച്ച് തന്നല്ലോ. ഇക്കിളിയാക്കാൻ ഒരുപാട് വഴികളുണ്ട്. വിരല് കൊണ്ട് ഇക്കിളിയിടാം, തൂവല് കൊണ്ടും ഇക്കിളിയിടാം, പിന്നെ കാലുകൊണ്ടാവാം, പിന്നെ വയറിൽ തൊട്ടതാ ഇങ്ങനെയും ഇക്കിളി ഉണ്ടാക്കാൻ കഴിയും. എന്റെ അമ്മേ, നിങ്ങൾ ഞങ്ങളുടെ ജോലി വളരെ എളുപ്പമാക്കിയല്ലോ. ഈ ഇക്കിളി എന്ന സൂത്രം ഞങ്ങൾ ഞങ്ങളുടെ ആളുകൾക്കെല്ലാം പറഞ്ഞു കൊടുത്ത് അവരെ ചിരിപ്പിക്കും. നിങ്ങൾ 4 പേരോട് ഞങ്ങൾക്ക് വളരെയധികം നന്ദിയുണ്ട്. എന്റെ പിള്ളേരെ, വാതിൽ തുറക്കാൻ അടിക്കണം. ഡോർ ബെൽ. ഓൾ ഈസ് വെൽ, ഓൾ ഈസ് വെൽ, ഓൾ ഈസ് വെൽ.